പ്രലോഭനം ഉണ്ടാക്കുന്ന വ്യക്തിയാണോ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ മറ്റുള്ളവരെ പ്രലോഭനത്തിലേക്ക് വീഴ്ത്തുന്ന ഒരു വ്യക്തിയാണോ പാപസാഹചര്യങ്ങളെ നിർമ്മിക്കുന്ന വ്യക്തിയാണോ എന്ന് വചനം നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ഇന്നു മുതൽ ഞാൻ ആരെയും പാപത്തിലേക്ക് നയിക്കില്ല, ആരെയും പാപം ചെയ്യുവാനായിട്ട് അനുവദിക്കില്ല. എങ്ങനെയും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് മാറ്റുവാനായിട്ട് ഞാൻ ശ്രമിക്കും. എൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിർവഹിക്കുക, മറിച്ച് പാപത്തിൽ വീണുപോകുന്ന, പാപാന്ധകാരത്തിൽ കഴിയുന്ന മക്കളെ എല്ലാവരെയും രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാവും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കണം. അതിനുള്ളൊരു ആഹ്വാനം വചനം പറയുകയും നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഒരു വാക്കുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ ആരെയെങ്കിലും പാപത്തിൽ വീഴ്ത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പാപത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ചിന്തിക്കണം. അതിനുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കണം. കുടുംബത്തിലൊക്കെ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും ഒക്കെ കുറ്റം പറയുമ്പോൾ അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതൊരു പ്രലോഭനമായി മാറാറുണ്ടോ? മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്കും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുവാനുള്ള ഒരു പ്രലോഭനം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളുടെ ഒരു വാക്കുകൊണ്ട് അങ്ങനെ ആയിപ്പോകാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബ അന്തരീക്ഷം, നമ്മുടെ വീട്ടിലെ വർത്തമാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ ബന്ധങ്ങൾ, ബന്ധത്തിലെ ഉലച്ചിലുകൾ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഒരു പാപഹേതുവായി പ്രലോഭനമായി മാറാറുണ്ടോ? വചനം പറയുന്നു, അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾ പേടിക്കണം. വചനത്തിൽ വളരെ കട്ടിയായിട്ട് പറയുന്നു, തിരികല്ല് കെട്ടി കടലിൽ താക്കണമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഗൗരവമുള്ള തീവ്രമായ ഒരു കാര്യമാണ് എന്ത്? പാപത്തിലേക്ക് നയിക്കുക എന്നുള്ളത്.